ക്രീമിയയിൽ സ്ഥിതി ചെയ്യുന്ന ബെൽബക് എയർബേസിലും സെഖി എന്ന റഷ്യയുടെ പ്രധാനപ്പെട്ട വ്യോമതാവളത്തിലും ഇന്നലെ ഉക്രൈൻ അവരുടെ ഏറ്റവും വലിയ ഡ്രോൺ മിസൈൽ ആക്രമണം നടത്തി. സെവസ്റ്റാപോൾ ബ്ലാക്ക് സീയുടെ നാവൽ ഫ്ലീറ്റിലും ഈ ഒരു ആക്രമണം നടത്തിയിട്ടുണ്ട്. ഇപ്പൊ വന്നിരിക്കുന്ന റിപ്പോർട്ട് അനുസരിച്ച് ഒരു പക്ഷേ റഷ്യയുടെ SU-30 വിമാനങ്ങൾക്ക് അവിടെ കേടുപാട് സംഭവിച്ചിട്ടുണ്ടാകാം. SU-35 വിമാനങ്ങൾക്കും കാര്യമായി കേടുപാടുകൾ സംഭവിച്ചിരിക്കാമെന്ന വിവരം ഉക്രൈൻ സോഴ്സസിൽ നിന്നും ലഭിച്ചിട്ടുണ്ട്. ഈ സംഭവത്തെക്കുറിച്ച് കൂടാതെ ഒരു ഭാഗത്ത് ഗാസയ്ക്കുള്ളിൽ സമാധാന ചർച്ചയുണ്ടാകണം, മറുവശത്ത് ലബനനുമായി ഒരു സീസ് ഫയർ ഡീൽ ഉണ്ടായതിനു ശേഷം സിറിയൻ യുദ്ധം ഇപ്പോ ചൂടുപിടിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. റഷ്യൻ ബാക്കഡ് ഫോഴ്സസിനും സിറിയൻ ഒപ്പോസിഷൻ ഫോഴ്സിനും ഇടയിൽ ഒരു വലിയ ആക്രമണം നടക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇവയെല്ലാം ഈ ഒരു വീഡിയോയിലൂടെ വിശദമായി അറിയാം. റഷ്യ ഉക്രൈൻ യുദ്ധത്തെക്കുറിച്ച് ആദ്യം അറിയാം. റഷ്യ ഉക്രൈന് ഇടയിലുള്ള ഈ എസ്കലേഷൻസ് ഓരോ ദിവസവും അടുത്ത ഘട്ടത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ വന്നിരിക്കുന്ന പുതിയ വാർത്തയനുസരിച്ച് റഷ്യ അവരുടെ 2 യൂണിറ്റ്സ് ഓഫ് S-300 കേഴ്സ് ബ്രിഡ്ജിനെ സംരക്ഷിക്കാനായി ക്രീമിയയിൽ നിർത്തിയിരിക്കുന്നതായി പുതിയൊരു അപ്ഡേറ്റ് ലഭിച്ചിട്ടുണ്ട്. ഇത് റഷ്യയുടെ സോഴ്സസ് ഇതുവരെയും കൺഫേം ചെയ്തിട്ടില്ല. ഇത് സംബന്ധിക്കുന്ന ഔദ്യോഗികമായ വിവരങ്ങളും പുറത്തു വന്നിട്ടില്ല. അവരങ്ങനെ നൽകാനും പോകുന്നില്ല. എങ്കിലും ചില വാർ ബ്ലോഗേഴ്സിൽ നിന്നും ഓപ്പൺ സോഴ്സ് ഇന്റലിജൻസിൽ നിന്നും ഇപ്പോൾ റിപ്പോർട്ട് വന്നിട്ടുണ്ട്. ഇതിനുള്ള സാധ്യതകളും അധികമാണ്. കാരണം എപ്പോഴാണ് ആദ്യമായി ബ്രിട്ടൻ മെയ്ഡ് മിസൈൽസും അമേരിക്കൻ മെയ്ഡ് മിസൈൽസും റഷ്യയെ ആക്രമിച്ചത്, അപ്പോ മുതൽ ക്രീമിയ ആക്രമിക്കാനുള്ള സാധ്യതയും കൂടുതലാണ്. അങ്ങനെ ഒരു പക്ഷെ ആക്രമിക്കുകയാണെങ്കിൽ അതൊരു വലിയ എസ്കലേഷനായി മാറും. റഷ്യയെ അവർ ആക്രമിച്ചപ്പോൾ റഷ്യ എത്രത്തോളമാണോ റിയാക്ട് ചെയ്തത് അതിലും വലിയൊരു പ്രതികരണമായിരിക്കും ഇവിടെ ഒരു പക്ഷെ സംഭവിക്കുക. കേഴ്സ് ബ്രിഡ്ജിനെ ആക്രമിച്ചാൽ റഷ്യയുടെ പ്രതികരണം വളരെ വലുതായിരിക്കും. അങ്ങനെ ഒരു സാഹചര്യം ഒഴിവാക്കാനായി റഷ്യ അവരുടെ S-300നെ അവിടെ മൊബിലൈസ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതെല്ലാം ഒരു ഭാഗത്ത് നടക്കുമ്പോൾ റഷ്യക്ക് ക്രീമിയയിൽ ഒരുപാട് താവളങ്ങളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ബെൽബക്. അതുപോലെ തന്നെ സെഖി എന്ന 2 ഫോർവേഡ് എയർബേസസ്. ഉക്രൈൻ പ്രദേശങ്ങളെ റഷ്യ ഒക്കുപ്പൈ ചെയ്തിട്ടുണ്ടല്ലോ, 4 റീജിയൻസ്. അതിൽ കേഴ്സണിൽ നിന്നും സാബ്രോസീഷ്യ വരെയുള്ള മുഴുവൻ ആക്ടിവിറ്റിയും കൺട്രോൾ ചെയ്യുന്നത് ഈ 2 ബേസിൽ നിന്നാണ്. കാരണം ഈ രണ്ടും റഷ്യ കൂടുതലായി ഉപയോഗിക്കുന്നുണ്ട്. തന്ത്രപരമായി വളരെ പ്രധാനപ്പെട്ട ലൊക്കേഷൻസിലുള്ള മേഖലയാണ്. പക്ഷെ തുടർച്ചയായി ഉക്രൈന്റെ മിസൈൽ ആക്രമണത്തിനും ഡ്രോൺ ആക്രമണത്തിനും ഇവ ഇരയാകുന്നുണ്ട്. സ്റ്റോം ഷാഡോ ക്രൂയിസ് മിസൈൽ ആദ്യം ക്രീമിയയിലായിരുന്നു ഉക്രൈൻ ഉപയോഗിച്ചത്. കാരണം ക്രീമിയ ഉക്രൈന്റെ പ്രദേശമാണ്. 2014 റഷ്യ അത് പിടിച്ചെടുത്ത് ഇതിനുശേഷം ഇത് ഞങ്ങളുടേതാണ് എന്ന് ക്ലെയിം ചെയ്താലും ആരും ഇതുവരെ അത് അംഗീകരിച്ചിട്ടില്ല. ലോകരാജ്യങ്ങളെ സംബന്ധിച്ച് ക്രീമിയ ഉക്രൈന്റെ പ്രദേശമാണ്. ആ പ്രദേശത്ത് വെസ്റ്റേൺ മെയ്ഡ് വെപ്പൺസ് ഉപയോഗിച്ച് ആക്രമിച്ചാൽ ആരും ഒന്നും പറയില്ല. അതിനാൽ ക്രീമിയയിൽ ഉക്രൈൻ ഇടയ്ക്കിടയ്ക്ക് അവിടെ ആക്രമണം നടത്തും. ഇതിനു മുൻപ് നോക്കിയാൽ ഒരു അന്തർവാഹിനി ആക്രമിച്ചു. അവിടെ ഡോക്ക് ചെയ്ത് വെച്ചിരുന്ന ഒരുപാട് കപ്പലുകളെ ആക്രമിക്കുക. ഇങ്ങനെ മാസത്തിൽ ഒരു തവണയെങ്കിലും സെവസ്റ്റാപോൾ നേവൽ ഹെഡ്ക്വാർട്ടേഴ്സ് ഒരു ചർച്ചാ വിഷയമായി മാറും. എന്നാൽ അടുത്തിടെയായി അങ്ങനെ യാതൊരു ആക്രമണവും നടന്നിട്ടില്ല. അതിന് 2 പ്രധാനപ്പെട്ട കാരണങ്ങളുണ്ട്. ഒന്നാമത്തേത് അവിടെയുള്ള റഷ്യയുടെ കപ്പലുകളുടെ എണ്ണം കുറച്ചു. മറ്റൊന്ന് എയർ ഡിഫൻസ് സിസ്റ്റത്തിന്റെ ആക്റ്റീവ് അവിടെ വർദ്ധിപ്പിച്ചു. ഉക്രൈൻ ആക്രമിക്കാൻ ശ്രമിച്ചാലും വലിയ വിജയമൊന്നും അവർക്ക് ലഭിച്ചില്ല. ഈ അവസ്ഥയിലാണ് ഇപ്പോ ഉക്രൈൻ ഇങ്ങനെ ഒരു ആക്രമണം നടത്തിയത്. ഒരു കോർഡിനേറ്റഡ് അറ്റാക്ക് നടത്തി. 2 ഘട്ടമായി ആക്രമണം നടത്തി. 4 സ്റ്റോം ഷാഡോ ക്രൂയിസ് മിസൈൽസ് ഈ 2 എയർബേസിനെ നോക്കിയും ഫയർ ചെയ്തു. ഇത് ഉക്രൈൻ ഒറ്റയ്ക്കല്ല ചെയ്തത്. ഇത് മാത്രം ഉപയോഗിച്ചല്ല ഉക്രൈൻ ഇത് ചെയ്തത്. ഉക്രൈന്റെ ആന്റി ഷിപ്പ് മിസൈലാണ്. അതും 15 എണ്ണം ഫയർ ചെയ്തിട്ടുണ്ട്. കൃത്യമായ കണക്ക് പുറത്തു വന്നില്ല. അവർ എത്ര മിസൈൽസ് അയച്ചു എന്നുള്ള കൃത്യമായ കണക്ക് ഇതുവരെയും പുറത്തു വന്നിട്ടില്ല. ഇങ്ങനെ ഈ മിസൈൽസിനെയും നെപ്റ്റ്യൂൺ ആന്റി ഷിപ്പ് മിസൈൽസിനെയും ഒരുമിച്ച് ഫയർ ചെയ്തു. കൂടാതെ S-200 ഈ മിസൈൽസിനെയും ഗ്രൗണ്ട് ടു ഗ്രൗണ്ട് മോഡിൽ ലോഞ്ച് ചെയ്തു. പലർക്കും ഇപ്പോൾ ഈ ഗ്രൗണ്ട് ടു ഗ്രൗണ്ട് മോഡിൽ ഒരു സംശയം വരാം. S-400 അല്ലെങ്കിൽ S-300 ഇവയെല്ലാം പ്രതിരോധ സംവിധാനമായാണ് ഉപയോഗിക്കുന്നത്. പിന്നെ എങ്ങനെ ഇതിനെ ലാൻഡ് അറ്റാക്കിന് ഉപയോഗിക്കുമെന്നുള്ള ഒരു ചോദ്യം പലർക്കും വരും. ഇതിനുള്ള ഉത്തരം ഞാൻ പറയാം. ഇതിനെ നോർമലായി ആന്റി എയർക്രാഫ്റ്റ് അല്ലെങ്കിൽ ആന്റി മിസൈൽ ഓപ്പറേഷനിൽ നിന്നും ഗ്രൗണ്ട് ടു ഗ്രൗണ്ട് ഓപ്പറേഷൻ ആ മോഡിലേക്ക് മാറ്റുന്നത് വഴി ഈ മിസൈൽസിനെ ലാൻഡ് അറ്റാക്കിനും ഉപയോഗിക്കാൻ സാധിക്കും. ഇങ്ങനെ ഉപയോഗിക്കുമ്പോഴാണ് 3 മാസങ്ങൾക്ക് മുൻപ് കേഴ്സ്കിൽ വെച്ച് റഷ്യയുടെ ഒരു S-400നെ ഉക്രൈൻ ക്ലസ്റ്റർ വാർഹെഡ്സ് ഉപയോഗിച്ച് ആക്രമിച്ചു. ഇത് ഒരുപാട് പേർക്ക് ഓർമ്മയുണ്ടാകും. ആ സമയവും ഇവ ഇതേ മോഡിലായിരുന്നു വർക്കായത്. ഇങ്ങനെ S-200, നെപ്റ്റ്യൂൺ ആന്റി ഷിപ്പ് മിസൈൽസ്, സ്റ്റോം ഷാഡോ ഇവയെല്ലാം ചേർത്ത് വെച്ച് ഒരു അറ്റാക്ക് നടത്തി.
മാത്രമല്ല 90-ലധികം ഡ്രോൺസിനെ ഒറ്റ സമയത്ത് ഉക്രൈൻ ഇവിടെ ഫയർ ചെയ്തു. ഇവ 2 ഘട്ടമായി ലോഞ്ച് ചെയ്തു എന്ന് പറഞ്ഞു. ആദ്യ ഘട്ടത്തിൽ 50 ഡ്രോൺസ്, ചില നെപ്റ്റ്യൂൺ ആന്റിഷിപ്പ് മിസൈൽസും ഈ 2 ബേസിനെയും ടാർഗറ്റ് ചെയ്ത് ഫയർ ചെയ്തു. ഇതിൽ ഉക്രൈന്റെ തന്ത്രം നോക്കിയാൽ എയർ ഡിഫൻസ് സിസ്റ്റത്തെ വീക്ക് ചെയ്യണം, റഷ്യയുടെ എയർ ഡിഫൻസ് സിസ്റ്റം റഡാസിനെ കൊളാപ്സ് ചെയ്യണം എന്നതിനു വേണ്ടി, കുഴപ്പിക്കണം എന്നതിനു വേണ്ടി ആദ്യം ഡ്രോൺസിനെ കൂടുതൽ എണ്ണം അകത്തേക്ക് അയച്ചു. ഈ ഡ്രോൺസുമായി ചേർത്ത് ഡീകോയ് മിസൈൽസും അകത്തേക്ക് അയച്ചു. ഇപ്പോൾ ഇവരുടെ പദ്ധതി അനുസരിച്ച് അകത്തേക്ക് ഇവ വരുമ്പോൾ എയർ ഡിഫൻസ് സിസ്റ്റം എൻഗേജ് ചെയ്യാൻ തുടങ്ങും. എൻഗേജ് ചെയ്യുന്ന ആ ഒരു സമയത്ത് ആ ഗ്യാപ്പ്, ആ ലൂപ്പ് ഹോൾ ഉപയോഗിച്ച് സ്റ്റോം ഷാഡോ മിസൈൽസിനെ എയർബേസിനുള്ളിലേക്ക് അയക്കണം. ഇതായിരുന്നു ഉക്രൈന്റെ പദ്ധതി. ഇത് 2 ഘട്ടങ്ങളിലായി അവർ ചെയ്യാനുള്ള ശ്രമങ്ങൾ എടുത്തു. സത്യത്തിൽ ഇത് ഉക്രൈന് പ്രതീക്ഷിച്ച വിജയമൊന്നും ലഭിച്ചില്ല. റഷ്യയുടെ എയർബേസിൽ ഉക്രൈനെ കൊണ്ട് കാര്യമായ നഷ്ടങ്ങളൊന്നും വരുത്താൻ സാധിച്ചില്ല. Su-30ക്ക് ചില കേടുപാടുകൾ സംഭവിച്ചു എന്ന് ഉക്രൈൻ സോഴ്സസ് പറഞ്ഞാലും ഇതൊന്ന് നിങ്ങൾ നോക്കുക. ഉക്രൈന്റെ ഒഫീഷ്യൽ മാപ്പിംഗ് സൈറ്റിൽ അവർ പുറത്തുവിട്ട ഡേറ്റയാണ്. ഇതിൽ സെവസ്റ്റോപോളിലെ ചില കെട്ടിടങ്ങളെ ആക്രമിച്ചു. അതിനപ്പുറം യാതൊരു നാശനഷ്ടങ്ങളും ഉണ്ടാക്കാൻ സാധിച്ചില്ല. എയർ ഡിഫൻസ് സിസ്റ്റത്തിന്റെ ഇന്റർസെപ്ഷൻ കാരണം എക്സ്പ്ലോഷൻസ് ഉണ്ടായിട്ടുള്ളതായി അവർ തന്നെ കൺഫേം ചെയ്തു. അപ്പോ ഉക്രൈൻ ഒരു അറ്റംപ്റ്റ് ചെയ്തു, അത് സെവസ്റ്റോപോളിൽ വിജയം ലഭിച്ചിട്ടുണ്ട്. അതല്ലാതെ പ്രധാനമായ നാശനഷ്ടങ്ങൾ റഷ്യക്ക് ഈ മറ്റ് 2 എയർബേസിലും അവർക്ക് നൽകാൻ സാധിച്ചില്ല. ഇവയെല്ലാം ഒരു ഭാഗത്ത് പോകുമ്പോൾ വീണ്ടും സിറിയയിൽ യുദ്ധം കുറച്ച് ശക്തമാകാൻ തുടങ്ങി. സിറിയയെക്കുറിച്ച് പറയുകയാണെങ്കിൽ മൊത്തത്തിൽ ചുറ്റിവരിഞ്ഞ പ്രശ്നങ്ങളാണ് അവിടെയുള്ളത്. പൊതുവെ യുദ്ധം സംഭവിക്കുകയാണെങ്കിൽ 2 വിഭാഗങ്ങൾക്കിടയിൽ സംഭവിക്കും. അതിൽ ആര് ജയിക്കുന്നു എന്നുള്ളത് അവർക്കിടയിൽ യുദ്ധം ചെയ്ത് തീരുമാനിക്കും. എന്നാൽ സിറിയയെ സംബന്ധിച്ച് 1-2 അല്ല, ഒരുപാട് ഗ്രൂപ്പുകൾ അവിടെയുണ്ട്. ഒരു ഭാഗത്ത് നോക്കിയാൽ സിറിയയുടെ ഗവൺമെന്റിനെ സപ്പോർട്ട് ചെയ്യാൻ റഷ്യ, ഇറാൻ പോലുള്ള രാജ്യങ്ങൾ അവർക്ക് ഫേവറായി യുദ്ധം ചെയ്യുന്നുണ്ട്. മറ്റൊരു ഭാഗത്ത് നോക്കിയാൽ സിറിയൻ ഗവൺമെന്റ് ഒപ്പോസ്ഡ് ഫോഴ്സസ്, അവരെ അമേരിക്ക, തുർക്കി, ഇസ്രായേൽ, മറ്റു പല രാജ്യങ്ങൾ, അറബ് രാജ്യങ്ങളെല്ലാം സഹായിക്കുന്നു. മറുവശത്ത് നോക്കിയാൽ തുർക്കിക്കെതിരെ തന്നെ അവിടെ ഒരു ഗ്രൂപ്പ് ഉണ്ട്. ഇനി ISIS, ഇങ്ങനെ ഒരുപാട് സംഘടന. ഒരു രാജ്യത്തെ എങ്ങനെയെല്ലാം വിഭജിക്കാൻ സാധിക്കുമോ, അവരവരുടെ ഭാഗങ്ങളെ നിയന്ത്രണത്തിലാക്കാൻ എത്രത്തോളം സംഘടനകളെ സൃഷ്ടിക്കാൻ സാധിക്കുമോ അതെല്ലാം ചെയ്യുന്ന ഒരു ബാറ്റിൽ ഗ്രൗണ്ടായി സിറിയ മാറിയിട്ടുണ്ട്. മാറി എന്നതല്ല, മാറ്റി എന്ന് തന്നെ പറയാം. 2011 ആദ്യമായി പ്രശ്നങ്ങൾ ആരംഭിച്ചപ്പോൾ ചോദിക്കാൻ ആരുമില്ലാത്ത ഒരാളെ ചുറ്റി വളഞ്ഞ് മർദ്ദിക്കുന്നത് പോലെ, നിങ്ങൾക്ക് ഈ പ്രദേശം, എനിക്ക് ഈ പ്രദേശം, എന്നെ നിങ്ങൾ സഹായിക്കണം, നിങ്ങളെ ഞാൻ സഹായിക്കാം, ഇങ്ങനെ അവർ തന്നെ സിറിയയെ കഴിയുന്നത്ര വിഭജിച്ചെടുത്തു. ഇപ്പോ ലബനനിൽ ഒരു സീസ് ഫയർ ഉണ്ടായി. കൃത്യം ആ ഒരു സീസ് ഫയർ ഉണ്ടായതിനു ശേഷം സിറിയയിൽ പ്രശ്നങ്ങൾ ആരംഭിച്ചു. റഷ്യൻ ബാക്ക്ഡ് ഫോഴ്സസ്, അതായത് സിറിയൻ ഗവൺമെന്റിന്റെ നിയന്ത്രണത്തിലുള്ള പ്രദേശങ്ങളിൽ ഇപ്പോൾ സിറിയൻ ഒപ്പോസിഷൻ ഫോഴ്സസ്, ഗവൺമെന്റിന് എതിരെയുള്ള സൈന്യം മുന്നേറാൻ തുടങ്ങിയിട്ടുണ്ട്. എത്രത്തോളം മുന്നേറി എന്ന് ചോദിച്ചാൽ അലപ്പ് എന്ന നഗരം, ആ നഗരത്തെ നോക്കി ഇന്നലെ മുതൽ 7 കിലോമീറ്റർ വരെയും പുരോഗമിച്ചതായി പറയുന്നു. ഹോംസിനും ഈ അലപ്പയ്ക്കും ഇടയിലുള്ള പ്രധാനപ്പെട്ട ചില മേഖലകൾ ഈ ഒപ്പോസിഷൻ ഫോഴ്സസിന്റെ നിയന്ത്രണത്തിലേക്ക് വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോ സിറിയയിൽ ഇങ്ങനെ പ്രശ്നം വർദ്ധിക്കുന്നത് ആ രാജ്യത്തിനും ലോകത്തിന്റെ രാഷ്ട്രീയത്തിനും നല്ലതല്ല. കാരണം നേരിട്ട് ലോകത്തിലെ എല്ലാ മഹാശക്തികളും ശത്രു രാജ്യങ്ങളും അവിടെയുണ്ട്. ഇറാനും ഇസ്രായേലും ഉണ്ട്, റഷ്യയും അമേരിക്കയുണ്ട്, ഇറാൻ തുർക്കിയുണ്ട്, തുർക്കി ഇസ്രായേലുണ്ട്. ഇങ്ങനെ ആർക്കെല്ലാം ഇടയിലാണോ മത്സരം നടക്കുന്നത് അവരെല്ലാം അവിടെ യുദ്ധത്തിലാണ്. ഇത് ഒരു നല്ല വാർത്തയേ അല്ല. ഈ രാജ്യങ്ങൾക്ക് ഇത് നല്ല കാര്യമോ ഇല്ലയോ, സിറിയൻ ജനങ്ങൾക്ക് ഇതൊരിക്കലും നല്ല കാര്യമല്ല. ഈ ഒരു വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ പറയുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.